എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോട്ടേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ എടുക്കണ വൈകിട്ടാണ് കേട്ടാ. വൈകിട്ട് ഞാനിവിടെ വന്നപ്പോ രണ്ടുപേര് കാണാനില്ല. ഇവിടെ വന്നു കാണുന്നത് ഞങ്ങളിവിടെ തന്നെ ഉണ്ട്. ഞങ്ങളിവിടെ കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ആ ജോലിക്ക് പോകും. അതെ, അതെ, കൊറേ ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ സുനിച്ചേട്ടനെ കാണുന്നത്. വീഡിയോയില് ഷോർട്സിലും കാര്യങ്ങളിലും ഒന്നും സുനിച്ചേട്ടൻ മിസ്സിംഗ് ആയിരുന്നു. സുനിച്ചേട്ടൻ അമ്പലത്തിൽ പോയിട്ട് കുറച്ചധികം ദിവസം മണ്ഡലക്കാലം ആയത് അവിടെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞിപ്പോ വന്നതിന് ശേഷം ചേട്ടന് വേണ്ടിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും പോയി വാങ്ങിച്ച്. അതെ, ഇന്നെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ലീവ് എടുത്തിട്ടാ. അപ്പൊ കുറെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളായിരുന്നു തന്നെ ഇന്ന് ലീവൊക്കെ എടുത്ത് ഹാഫ് ഡേ ആണ് ലീവ് എടുത്തത്. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചു വന്നപ്പോഴേക്കും ഇന്ന് കുറച്ച് വണ്ടി ഒരു പണിയൊക്കെ തന്ന് പെട്രോളൊക്കെ തീർന്ന് ഞങ്ങൾ വഴിയിലൊക്കെ കിടന്നായിരുന്നു. പിന്നെ ഓർത്തന്ന പിന്നെ ഇന്നിപ്പോ ഫുള്ള് ലീവാക്കാൻ തന്നെ ലീവൊക്കെ ആക്കി ഞങ്ങൾ ഇതേ വീട്ടിലേക്കുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇടക്കിടക്ക് മേടിക്കുന്ന സാധനങ്ങളാണ്. മേടിക്കുന്ന ചീത്തായി പോയ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പൊ കുറച്ച് സ്പൂണൊക്കെ ഉണ്ടായിരുന്നില്ല. സ്പൂണ് മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങൾ കുറച്ചധികം ദിവസമായിട്ട് നിങ്ങൾ കാണാനില്ലായിരുന്നല്ലേ? പഴയ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്താണ് തക്കുപ്പ വീഡിയോ ഇടാത്തത്? പിന്നെ നമ്മളിപ്പോ ഫീൽഡ് പോകുമ്പോഴാണെങ്കിലും ജോലി സ്ഥലത്ത് എല്ലാവരും ചോദിക്കണായിരുന്നു എന്താണ് ഇപ്പൊ വീഡിയോ ഇടാത്തത് എന്നൊക്കെ. വീഡിയോ ഇടാത്ത വേറെ ഒന്നുമല്ല, എല്ലാവരും കൂടി ഒന്ന് സെറ്റായി വരട്ടെ എന്ന് ഓർത്താണ് ഇന്ന് നമ്മള് പഴയതുപോലെ അടിപൊളിയായിട്ട് എല്ലാവരും കൂടി സെറ്റായിട്ട് ഓളിക്ക് ഞങ്ങൾ ഇവിടെ പുകയുടെ എഫക്റ്റ് കൊതുകിനെ എത്തിച്ചേക്കണോണ്ടാണ് ഇന്ന് സ്റ്റൂളൊക്കെ വാങ്ങിയ പുതിയത്. ഞങ്ങൾ പുതിയ സ്റ്റൂളിന് പറയാൻ പറഞ്ഞ പുതിയ സ്റ്റൂള് മേടിച്ച്. സ്റ്റൂള് ഇങ്ങനെ മറ്റേ സ്റ്റൂള് ഒടിഞ്ഞിട്ട് നമ്മൾ ഒട്ടിച്ച് കുറച്ച് ദിവസമായി വെച്ചേക്കണത്. ചേട്ടാ കുറെ ദിവസമായി എന്നോട് സ്റ്റൂള് മേടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ചേട്ടന് ജിമ്മിൽ പോകുമ്പോ വെള്ളം കൊണ്ടുപോകാനുള്ള കുപ്പി, പിന്നെ സ്പൂണുകൾ, ഇതൊക്കെ നമ്മൾ മേടിച്ചത് ആദ്യം കാണിച്ചത്. ജിമ്മില് സ്പൂണിന്റെ ആവശ്യമില്ല, നമ്മുടെ വീട്ടിലേക്കുള്ള സ്പൂണ്. പിന്നെ വേറൊരു കൂട്ടം മേടിച്ചിട്ടുണ്ട്. വേറൊരു കൂട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറോണ വന്നിട്ട് ഇപ്പൊ 3.5 വർഷം കഴിഞ്ഞില്ലേ? കൊറോണ വന്ന സമയത്ത് ആവി പിടിക്കലിന്റെ ബഹളം വരുന്നല്ലോ എല്ലാവരും. അപ്പൊ ആവി പിടിക്കല് പിടിച്ച് ഞാൻ എന്ത് ചെയ്ത് ഇതിലേക്ക് മറ്റേ അമൃതാഞ്ജൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആവി പിടിച്ചതിന് ശേഷം പിന്നെ പുട്ടുണ്ടാക്കുമ്പോ ആ ചൊവ്വന്ന് വന്നത്. അപ്പൊ അത് കാരണം ആ പുട്ടുകൂടെ നമ്മുടെ ഒരു പരീക്ഷണം കാരണം അതെ, ആ പുട്ടുകൂടെ പോയതിന് ശേഷം പിന്നെ ഇവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് പുട്ടാകും. പിന്നെ ഒരു പുട്ടുകൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കുറച്ചധികം നാളുകൾക്ക് ശേഷം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പുട്ട് മറ്റേ ഇതായിട്ട് വരാൻ ഇവിടെ. അതെ, പുട്ട് ഇപ്പൊ കുറ്റിയില് വരാൻ പോണ്. കൊറേ ചില്ലുണ്ടെന്ന് തോന്നുന്നു. നോക്കിയില്ല ചില്ലുണ്ടാവുന്നു. ഒട്ടിച്ചേക്കണം. പിന്നെ നോക്കാം. പിന്നെ നമ്മൾ ബാത്റൂമിലേക്കൊക്കെ എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബക്കറ്റ് മാച്ച് ചെയ്തൊക്കെയാണ് മേടിച്ചിരുന്നത്. അതൊക്കെ പൊട്ടിപ്പോയപ്പോ ഞാൻ പുറത്ത് ഇനി മാച്ച് ചെയ്യണ്ട, വെള്ള ബക്കറ്റ് ആകുമ്പോൾ കുറച്ച് പാടായിരിക്കുള്ളൂ ഉപയോഗിക്കുമ്പോ, അഴുക്കും കാര്യങ്ങളൊക്കെ വരാനായിട്ട്. അപ്പൊ ഇതാകുമ്പോ പിന്നെ കുഴപ്പമില്ല എന്ന് ഓർത്ത് ഇങ്ങനെ ഒരു ബക്കറ്റിന്റെ ഒരു സെറ്റ് തന്നെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കപ്പുകളുടെ ഒരു സെറ്റും മേടിച്ചിട്ടുണ്ട്. കപ്പില്ല എന്നുള്ള പരാതി ഞങ്ങൾ തീർത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടാ മതിയായിരുന്നു എനിക്ക് കറക്റ്റ് സമയത്ത്. പിന്നെ നമ്മളിതേ കുക്കർ ചേട്ടന് ഇഷ്ടപ്രകാരം മേടിച്ചൊരു കുക്കറാണ്. നമ്മൾ സാധാരണ നോർമൽ ഒരു കുക്കറാണ്, ചെറിയ കുക്കറില്ല നമുക്ക്. അപ്പൊ ചെറിയ കുക്കർ തന്നെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മേടിച്ചത് പ്രധാനപ്പെട്ട ഫ്രിഡ്ജിന്റെ ടോപ്പ് പോയിരിക്കായിരുന്നു, മാറിയിരിക്കായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ അതൊക്കെ ശരിയാക്കി. ഇതൊക്കെ എനിക്ക് ഒറ്റക്ക് പോയി മേടിക്കാനായിട്ട് എന്തോ ഇഷ്ടമല്ല. ചേട്ടനായിട്ട് പോകുമ്പോഴാണ് എനിക്കിങ്ങനെ എല്ലാവരും വരികി മേടിക്കാനായിട്ട് ഒരു ഇഷ്ടം ഉണ്ടാവണത്. അപ്പൊ ചപ്പാത്തിയാ പരത്തണ ആ ഒരു പരിപാടി നിർത്തിയിട്ട് ഞാനപ്പൊ ഇതിലോട്ട് കിടക്കും. അമ്മനെ ഷിഫ്റ്റ് ചെയ്യണ്ട, ഞാൻ വേവിക്കണ ഷിഫ്റ്റായി. നമ്മൾ ഇന്ന് തന്നെ ചപ്പാത്തിക്ക് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. ചപ്പാത്തിക്ക് വന്ന് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. നമ്മളപ്പോ മറ്റേ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ളത് പറഞ്ഞാൽ മേടിക്കാന്ന് നോക്കി. പക്ഷെ അത് മേടിക്കുമ്പോ നമുക്ക് ഒരുപാട് കറണ്ട് ആവുമെന്ന് പറഞ്ഞ കാരണം പിന്നെ നമ്മള് കറണ്ട് ബില്ല് ഇപ്പൊ അത്യാവശ്യം തിരക്കിട്ടില്ല, അത് പോണതാണ്. ഇവർക്ക് കൂട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇത് നമുക്ക് ചെയ്തോ. ചപ്പാത്തി ആണ് സുധുന്ന് ഇവിടെ ചപ്പാത്തിക്ക് വേണ്ടിട്ട് സുധു ഇത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് തന്നെ ആള്. പിന്നെ നമ്മള് 2000 രൂപ അക്കൗണ്ടിലോട്ടല്ലേ? 2000 രൂപ. ഇവരിത് വാങ്ങിയതിനേക്കാളും പൈസയാണ് ഞാൻ മേടിക്കാൻ പോണത്. അതെ, സെറ്റിംഗ്സ് ചാർജ് അല്ലേ. പിന്നെ കുറച്ചധികം ചവിട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടാ. ചവിട്ടി മേടിച്ച ചവിട്ടിക്കടയിൽ ചേട്ടൻ പറയണ്ടായി ഇത് കഴുകി നശിപ്പിക്കരുതെന്ന്. ഞാൻ എല്ലാ ആഴ്ച ചവിട്ടി കഴുകണം. ഇത് ഇവിടെ ഉണ്ടായ പോലത്തെ തന്നെയാണല്ലോ. രണ്ടെണ്ണം ഇങ്ങനത്തെ മേടിച്ച് പിന്നെ നമ്മള് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള
നല്ല പതുപതുന്നിരിക്കണം. അത് പിന്നെ നമ്മൾ ബാത്റൂമിലേക്ക് ബാത്റൂം മാറ്റ് 3Dയുടെ ബാത്റൂം മാറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിൻ്റെ ഇത് 2 മേടിക്കണമെന്നുണ്ടായി, പക്ഷെ ഒരെണ്ണം കിട്ടിയോളൂ. അത് ഒരെണ്ണം പോയിട്ടുണ്ടായി. ചേട്ടാ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഇന്ന് പറൂര് കേട്ട് മേടിച്ചോണ്ട് വന്ന സാധനങ്ങൾ കേട്ടോ. അപ്പൊ ഇതൊക്കെ പച്ചക്കറി ഉണ്ട് കേട്ടോ. പച്ചക്കറി ഇട്ട് വെക്കണ ആളെ സുഖമായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് വന്നിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇന്ന്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സുധപ്പന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ സുധപ്പൻ ക്ലാസ് 2nd ആണ്. അമ്മോന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവര് പറയണ ഞാൻ പൈസ കൊടുത്തു സത്യത്തില് അങ്ങനെയാണെങ്കിലും ഇവരോട് പറയുമ്പോ നമ്മൊരു ഇതുണ്ടല്ലോ. സുധുവിന് ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറെ പ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടിയല്ലേ. നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് കുറെ പ്രൈസ് ഒക്കെ കിട്ടി. സുധു ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കണായിരുന്നു. അതിന്റെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തെങ്കിലും എനിക്ക് അങ്ങോട്ട് കറക്റ്റ് സമയത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വഴിയെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. സുധുവിനെ കൊടുക്കട്ടെ ഞാൻ. സുൻചേട്ടൻ ഇപ്പം തന്നെ പോകണമല്ലേ. സുൻചേട്ടൻ ചപ്പാത്തിയും കറിയൊക്കെ ആയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നിൽക്കണേണ്. ചപ്പാത്തി നമ്മുടെ കോളിഫ്ലവർ കറി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് വേവിക്കാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചതാണ്. ഒന്ന് വേവിച്ചെടുക്കാമെന്ന്. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി പ്രസ് ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ. സെറ്റാക്കി ഇത് ചെയ്യുന്നത് കാണിച്ചാലാ നോക്കാം. നമ്മൾ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ പുതിയ ചപ്പാത്തി മേക്കർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളൊന്ന് ചെയ്യാനായിട്ട് കുറച്ച് പണിപെട്ട് പിന്നെ അവസാനമായപ്പോഴും അത് സെറ്റായി. അപ്പോൾ കുറച്ചധികം സമയം പോയി. ചേട്ടൻ്റെ പോകേണ്ട നേരമൊക്കെ പോയി. ചേട്ടൻ പക്ഷേ ഇന്ന് വൈകുന്നേരം വരുവട്ടാ. അപ്പം അങ്ങനെ ഇന്ന് മകരച്ചൊവ്വ ആയതുകൊണ്ട് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടൻ നേരത്തെ പോകണമായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ നേരത്തെ പോകാൻ പറ്റിയില്ല. നമ്മുടെ സുധപ്പനോട് ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ ഫ്ലവർ ചില്ലി ഗോബി അല്ലേ, ചില്ലി ഗോബി അല്ലേ. പിന്നെ അതേ ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിൻ്റെ ഒരു പ്രശ്നം വന്നത്, കുറച്ച് കനം കൂടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇത് കനം കൂടി തന്നെയാണ്, പക്ഷെ കഴിച്ചത് കുറച്ച് കനം കുറവായിരുന്നു അല്ലേ. അപ്പോൾ കുറച്ച് കനമൊക്കെ കൂടിപ്പോയി. അങ്ങനെ കുറച്ച് പണികളൊക്കെ ആയിപ്പോയി. നമ്മളെന്നും പരത്തി ചുട്ടേ ഇതൊരു നമുക്ക് പഠിച്ച് വന്നിട്ട് വേണമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അതാണ് പിന്നെ നമ്മൾ വീഡിയോ മുഴുവിക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ അടുക്കിപ്പറക്കലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കുറച്ചധികം നാളായി അതൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ മേടിക്കാനൊക്കെ പറ്റി. അപ്പോൾ അതേ സുധപ്പനാണെങ്കിൽ തൊണ്ടവേദന. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടാ. നമ്മുടെ സുധുവും സുനിച്ചേട്ടനും കൂടി ശബരിമലയിൽ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്, ശനിയാഴ്ച അല്ലേ. ശനിയാഴ്ച ഒരു തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. ഭംഗിയായിട്ട് തൊഴാനൊക്കെ പറ്റി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സുധു 3 ദിവസം സുനിച്ചേട്ടൻ്റെ അടുത്തായിരുന്നു. മൂവാറ്റുപുഴയിലായിരുന്നു. ഞാൻ 3 ദിവസം കടക്കരയിലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അതെ, അതൊന്നും ഞാൻ പറഞ്ഞിരുന്നു സുധുവിനോട് എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അവൻ കുറച്ചൊക്കെ അയച്ചു തന്നു. പക്ഷെ അതങ്ങോട്ട് സെറ്റായില്ല. അപ്പം അതൊക്കെ ആയിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ. അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ. എല്ലാവരും കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ പോയി സെറ്റായി. പരീക്ഷയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ അല്ലേ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇനി പക്ഷേ ബയോളജിക്ക് മാർക്ക് ഇത്തിരി കുറവാണ്. പിന്നെ 2 ടേമിലെ മാർക്കുകളും കൂടി കൂട്ടിയിട്ടാണല്ലോ നമുക്ക് ആനുവൽ ഡേക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സുധുവിൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സുധുവിന് എന്തോ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലായിട്ട് ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ സുധുവിന് ഓർമ്മയില്ലല്ലേ. ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് കിട്ടിയിട്ടുണ്ട് വേറെ സ്കൂളിൽ വെച്ച്. അതല്ലാതെ വേറെ പഠിത്തവുമായി ബന്ധപ്പെട്ട് സുധുവിന് ആദ്യമായിട്ടൊരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ഞങ്ങൾ പറയുന്നതാണ്. കൂടുതൽ മാർക്കൊക്കെ മേടിച്ച് പോകാൻ പറഞ്ഞിട്ട്. പക്ഷേ സുധുവിന് മടിയാണ്. സുധുവിന് ഇങ്ങനെ പരിപാടികളൊക്കെയാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഇന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കൊച്ചു കുറേ വിശേഷങ്ങൾ, വലിയ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമുക്കിനി അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണേ. ബെല്ലൈക്കൺ അമർത്തണേ. ടാറ്റാ.